ഈ തമിഴ്നാട് ഗവർണർ ഈ ബില്ലുകൾ പിടിച്ചുവെച്ചതിനെതിരായ കേസിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ കോടതിയോട് രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു അസാധാരണ നടപടിയായിട്ടാണ് കാണുന്നത്. അതിനെ ഒന്ന് വിശദീകരിക്കാമോ? അതെ, കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നിന്ന് കേന്ദ്ര നിയമമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ട് ഉള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടൊരു ലെറ്റർ അയച്ചു. അത് പ്രധാനപ്പെട്ട ഓരോ ചോദ്യവും ഭരണഘടനാ വ്യവസ്ഥകളെ വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീം കോടതി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ആരായലായിരുന്നു. ഒരു ഫാക്ട് ഫൈൻഡിങ് എന്നതിനേക്കാൾ ഒരു വിശദീകരണം തേടുക എന്ന നിലയിലാണ്. ഇത് 13-ാം തീയതിയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയത്. 13-ാം തീയതി നമുക്കറിയാം നിലവിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിട്ടയർ ചെയ്ത് ഒഴിയുന്ന ദിവസമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാനിടയില്ല. പിന്നെ 14-ാം തീയതി BR ഗവായി പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. അപ്പോൾ ആ ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയിൽ വരും രാഷ്ട്രപതിയുടെ ഈ വിശദീകരണ ആരായൽ കത്ത്. അതിൽ രാഷ്ട്രപതി ഭവൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഈ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഈ നിയമസഭയും ലോക്സഭയും ഒക്കെ പാസ്സാക്കി അയക്കുന്ന ബില്ലുകളിൽ ഒപ്പിടുന്നതിന് കാലപരിധി നിശ്ചയിക്കുന്നത് എങ്ങനെ? ആദ്യത്തെ ചോദ്യം അതാണ്. അതിന് വല്ല വ്യവസ്ഥയുമുണ്ടോ ഭരണഘടനാപരമായി? ഇതെല്ലാം അറിയുവാനുള്ള ഒരു കൗതുകത്തോടെ എന്നുള്ള നിലയിലാണ്. അതെ, സത്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് രാഷ്ട്രപതിയായാലും ഗവർണറായാലും ഒരു ബില്ലിൽ എപ്പോഴൊപ്പിടണം, അതിന് ഇത്ര ദിവസത്തിനകം ഒപ്പിടണം എന്ന നിയതമായ ഒരു ലിഖിതവും ഇപ്പോഴില്ല. അപ്പോൾ എന്നിരിക്കെ അവർക്ക് ഇഷ്ടം പോലെ കാലം എടുത്ത് ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാം എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തൊന്നും നടക്കില്ല. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ തന്നെ അർത്ഥശൂന്യമാകുന്നൊരവസ്ഥ. അപ്പോൾ ആ ഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഒരു ഗവർണർ ഒരുപക്ഷെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത ഗവർണർമാരുണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ RN രവി എന്ന ഗവർണർ അവിടുത്തെ സ്റ്റാലിൻ ഗവൺമെൻറ്റുമായിട്ട് നേരത്തെ തന്നെ അത്ര പൊരുത്തത്തിലല്ല. അപ്പോൾ പല കാര്യങ്ങളിലും ഗവർണറുടെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും തമ്മിൽ യോജിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സ്ഥിരമായി സ്റ്റാലിൻ ഗവൺമെൻറ് ആ ഗവർണറെ നീക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ RN രവി എന്ന് പറയുന്നത് ഒരു IPS ഓഫീസറായി റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹം കേരള കേഡറിൽ IPS ഓഫീസറായിരുന്നു. കണ്ണൂർ SP ആയിരുന്നു അദ്ദേഹം 1980-കളുടെ തുടക്കത്തിലൊക്കെ. അപ്പോൾ അന്ന് ഏറ്റവും സ്തുത്യർഹമായി പ്രവർത്തിച്ച ഒരു പോലീസ് ഓഫീസറാണ്. നീതിമാൻ എന്ന് പേരെടുത്ത് പിന്നീട് അദ്ദേഹം കേന്ദ്ര സർവീസിൽ പോയി, ആസാമിലൊക്കെ പോയി റിട്ടയർ ചെയ്ത് അദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയെയും അദ്ദേഹത്തിൻ്റെ ഭരണപാഠവത്തെയും ഒക്കെ പരിഗണിച്ചാണ് ഈ BJP ഗവൺമെൻറ് അദ്ദേഹത്തെ ഗവർണർ പദവിയിൽ തമിഴ്നാട്ടിൽ നിയമിക്കുന്നത്. അങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയ ചായ്വുള്ള ആളൊന്നുമല്ല. നീതിബോധത്തോടെ നിയമവും റൂൾ ബുക്ക് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓരോ ബില്ലുകളും പാസ്സാക്കി വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ നിയമവശവും അതിൻ്റെ ഭരണഘടനാപരമായ വശങ്ങളും പരിശോധിച്ചിട്ട് അന്തിമ തീരുമാനം എടുക്കുകയോ ഒപ്പിടുകയോ ചിലപ്പോൾ ഒപ്പിടാതിരിക്കുകയോ തിരിച്ചയക്കുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു. കേരള ഗവർണറായിരിക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രയോ ബില്ലുകൾ തിരിച്ചയക്കാൻ ഇട വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് തർക്കമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത നിരവധി കേസ് ഫയലുകളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ബില്ല് തിരിച്ചയക്കപ്പെട്ടതിലൊന്നാണ്. കേരള ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഇനിയും അത് പെൻഡിങ്ങിലാണ്. അപ്പോൾ ഈ ഇഷ്യൂവിൽ ഇപ്പോൾ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്ന 14 ചോദ്യങ്ങൾക്കിടയിൽ ഇത് കേരളത്തിനും ബാധകമാകുമോ എന്ന് ഈ തമിഴ്നാടിന് ഇത് എൻ്റെ കേസിലുള്ള സുപ്രീം കോടതി വിധി കേരളത്തിനും ബാധകമാകാം എന്നൊരു പരാമർശവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കേരള ഗവൺമെൻറ് പുതിയൊരു പെറ്റീഷൻ കൊടുത്താൽ
അത് ഇതിനും ബാധകമാകുന്ന തരത്തിൽ ഒരു പുതിയ ഓർഡർ വേണേൽ വരാം എന്നായിരുന്നു ആ സൂചന. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇത് ചോദ്യം ചെയ്തിരുന്നു. സുപ്രീം കോടതി ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കരുത്. അവിടുന്ന് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം രാഷ്ട്രപതി ഒപ്പിടുന്നതിനെ ഇതിലേക്ക് സുപ്രീം കോടതിക്ക് എന്ത് റോളാണ് ഉള്ളത്? അപ്പോൾ ഇങ്ങനെ ഒരു ഭരണഘടനാ പ്രശ്നം വരുമെന്ന് ഭരണഘടനാ ശില്പികൾ ആലോചിച്ചിരുന്നോ എന്ന പരിശോധനയും നിയമ പണ്ഡിതന്മാർ ആരായനിടയായി. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ പ്രമുഖരായ പല അഭിഭാഷകരും കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സും ഇത് വ്യാഖ്യാനിക്കാനിടയായി. അപ്പോൾ ഇന്ന് തന്നെ ഒരു പത്രത്തിൽ കേരള ഹൈക്കോടതിയിലെ സനൽകുമാർ എന്ന സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം പിന്നെ ഈ വിഷയം തമിഴ്നാടിൻ്റെ കേസിനെ പരാമർശിച്ചുകൊണ്ട് ഈ ഭരണഘടനാ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് BR അംബേദ്കറാണ്. അംബേദ്കർ ഇപ്പം നിയമനിർമ്മാണ സഭകളിൽ വരുന്നവരെല്ലാം നിയമപണ്ഡിതന്മാരാകണമെന്നില്ല. അവർ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ജയിച്ചു വരുന്ന സാധാരണക്കാരായ ജനപ്രതിനിധികളാണ്. അവർക്ക് നിയമത്തിൽ ആഴത്തിലുള്ള പരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല. എന്നിരിക്കെ അവരെല്ലാവരും കൂടെ പാസ്സാക്കിയെടുത്ത് അയക്കുന്ന ഒരു നിയമത്തിൻ്റെ നിയമപരമായ നിലനിൽപ്പും സാധുതയും പരിശോധിക്കാൻ മണ്ഡലങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. സുപ്രീം കോടതിയിലെ ഒരു ഭരണഘടനാ ബെഞ്ചിന് പരിശോധിക്കാം. അത് മിനിമം 5 അംഗങ്ങൾ എങ്കിലുമുള്ള ഒരു ബെഞ്ചിന് പരിശോധിക്കാം. ഇത് നിലനിൽക്കുമോ, ഇത് കാലത്തെ അതിജീവിക്കുന്ന ഒരു നിയമമാണോ ഈ നിയമനിർമ്മാണ സഭയിൽ നിന്ന് വന്നത് എന്ന് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ആരായാൻ വിഷമമില്ല. പക്ഷേ രാഷ്ട്രപതിയും ഗവർണറും ഇത്ര കാലത്തിനകം ഇത്ര ഒരു ടൈം ബൗണ്ടായിട്ട് ഒപ്പിടണം എന്ന് നിഷ്കർഷിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? അത് ഈ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ ഉപയോഗിച്ചാണ് ഈ ചോദ്യം ഉന്നയിച്ചതെന്നാണ് രാഷ്ട്രപതി ആരാഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ അദ്ദേഹം ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിശോധനയ്ക്ക് ഇതിവിടെ വിട്ടിട്ട് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ഇതിനകത്ത് നൈതിക പ്രശ്നം. അതായത് ഇതിപ്പോൾ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ? ബില്ലുകളിൽ ഭരണഘടനാപരമായി എന്തൊക്കെ സാധ്യമാണ്? മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ? ഗവർണറുടെ തീരുമാനം കോടതിക്ക് പരിശോധിക്കാമോ? ഗവർണറുടെ തീരുമാനം കോടതി പരിശോധിക്കുന്നത് തടയുന്നതാണോ 361 വകുപ്പ്? അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഭരണഘടനയിൽ നിശ്ചയിക്കാത്ത സമയപരിധി കോടതി വിധിയിലൂടെ ആകുമോ? ബില്ലിൽ തീരുമാനമെടുക്കും മുമ്പ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? നിയമം പ്രാബല്യത്തിലാകും മുമ്പ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും തീരുമാനങ്ങളിൽ കോടതിക്ക് ഇടപെടാമോ? അതുകൂടാതെ തന്നെ ഭരണഘടനാപരമായ അധികാരവും രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെ ഉത്തരവുകളും മാറ്റാൻ 142 വകുപ്പ് പ്രകാരമുള്ള അധികാരത്തിലൂടെ സുപ്രീം കോടതിക്ക് സാധിക്കുമോ? സുപ്രീം കോടതി സവിശേഷ അധികാരം പ്രയോഗിക്കുന്നത് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? നിയമസഭ പാസാക്കിയ ബിൽ ഗവർണറുടെ അനുമതിയില്ലാതെ നിയമമാകുമോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം 131 വകുപ്പ് പ്രകാരമുള്ള ഹർജിയിലൂടെ അല്ലാതെ തീർപ്പാക്കാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ വിലക്കുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് തർക്കങ്ങളും സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിണറായിക്ക് അഭിമതനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായിട്ടുള്ള ഒരു ഗവർണറാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നാണ് തോന്നുന്നത്, അല്ലേ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം കൺഫ്രോണ്ടിങ് അല്ല. നേരത്തെയുള്ള ഗവർണറെ പോലെ ഒരു ഏറ്റുമുട്ടലിന് ഒരു അത്തരം ഒരു ശൈലി സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പരമാവധി കൺസിലിയേറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഗവർണർക്ക് നിയമത്തെ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്നൊരു വേറൊരു കണ്ണും കാണും. അദ്ദേഹം ഗോവയിലെ ഒരു ഡിവോട്ടഡ് RSS പരിശീലനം ലഭിച്ച അത്രയും ഡിസിപ്ലിൻഡായ ഒരാളാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ്റുമായിട്ട് അദ്ദേഹം ഗവർണറുടെ ഗവൺമെൻറ് ആണല്ലോ, എൻ്റെ ഗവൺമെൻറ് എന്നാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ അതിൻ്റെ ഭരണാധികാരികളുമായിട്ട് നേരിട്ട് വഴക്കിടുന്നില്ല. പക്ഷെ നിയമത്തെയും കാര്യങ്ങളെയും കൃത്യമായി വാച്ച് ചെയ്യും. ഇപ്പം നേരത്തെ എന്താ നടന്നത്? ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ എന്ന പദവിയിൽ നിന്ന് മാറ്റാൻ
കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. ഉം. ആരിഫ് മുഹമ്മദ് ഖാന് ചാൻസലർ പദവി കൊടുത്തത് സ്റ്റേറ്റാണ്. ഉം. അത് ഗവർണറുടെ അധികാരത്തിൽ പെട്ടതല്ല. ഉം. അതൊരു സ്റ്റേറ്റ് കോൺഫർ ചെയ്യുന്ന അധികാരമാണ്. അതെ. അതുകൊണ്ട് സ്റ്റേറ്റിന് പിൻവലിക്കാം. ഉം. പിന്നെ വാദത്തിന് ശരിയുമാണ്. അതെ. പക്ഷേ ആ ബില്ല് പാസ്സാക്കി വന്ന ആരിഫ് മുഹമ്മദ് ഖാനെടുത്ത് ദൂരെ കളഞ്ഞു. ഉം. അങ്ങനെയുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് പ്രോ ചാൻസലർ എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉം. നേരിട്ട് പിന്നെ വൈസ് ചാൻസലർമാരെ ചോദ്യം ചെയ്യാനും ഉം. സമൻ ചെയ്യാനും തുടങ്ങി. അതെ. അപ്പോൾ ഗവർണർ ഇടപെട്ടു. അതെ. അപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടത്ര കാര്യബോധമില്ലാത്തതുകൊണ്ട്, അതെ. അവരുടെ അധികാരപരിധി എവിടെ വരെ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടും വൈസ് ചാൻസലറേക്ക് നേരിട്ട് വിളിക്കാനും പറയാനും ഒക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിലുള്ളതും അവരുടെ സ്വയംഭരണാധികാരം അതൊക്കെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് അന്ന കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ വെച്ച ഒരു ബില്ലിലും പുതിയ ഗവർണർ ഒപ്പിട്ട് വിട്ടിട്ടില്ല. അത് ഓർക്കണം. അപ്പോൾ ആൾ മാറി വന്നപ്പോൾ ഗവൺമെൻറ്റും ഒന്ന് തണുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഇത്രയധികം മാധ്യമങ്ങളെ കാണുന്നത്. കാരണം ഒരുപാട് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട്. നമ്മൾ ഗവർണറുടെ ബൈറ്റ് എടുക്കാനൊന്നും നമ്മൾ പൊതുവെ പോകാറില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സാധാരണ KPCC പ്രസിഡന്റിനെയൊക്കെ പോലെ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് എത്തി. അദ്ദേഹം നേരത്തെ തന്നെ വളരെ വാചാലനാണ്. കോൺഗ്രസ് നേതാവായിരുന്നു. പല പല പാർട്ടികൾ മാറിയാണ് അദ്ദേഹം. രാജീവ് ഗാന്ധിയായിട്ട് അന്ന് ഷബാനു കേസിൽ ഇഷ്യൂവിൽ വഴക്കുകൂടി അദ്ദേഹം കോൺഗ്രസ് വിട്ടാണ്. പിന്നീട് അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് BJP-യിലെത്തിയൊക്കെ. ശരി, അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹം ഒരു ഫൈറ്ററാണ് എല്ലാ കാലത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഗവർണർ പദവിയിലിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ നേച്ചറിന് വ്യത്യാസം വരില്ല. ചോദ്യം ചെയ്യും. അനീതി എന്ന് തനിക്ക് തോന്നുന്നതിനെ അദ്ദേഹം മുഖം നോക്കാതെ ചോദ്യം ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, പ്രകൃതിയാണ് ചിലരുടെ. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ, അതിന് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ആൾ അങ്ങനെയല്ല, വേറൊരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ ഇഷ്യൂവിൽ ഇത് ഗവർണർമാരും നിയമ സഭകളും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ടഗ് ഓഫ് വാർ നിലനിൽക്കുന്നത് സ്റ്റേറ്റിൻ്റെ പൊതു താല്പര്യത്തിന് നല്ലതാണ്. അതുപോലെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിൽ രാഷ്ട്രപതി എപ്പോഴൊപ്പിടണമെന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? ഈ കാര്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം. അംബേദ്കർ പറഞ്ഞത് ഇത് നിയമത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ ചിലപ്പോഴുണ്ടാകും. ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ വന്നാൽ അതിനെന്താണ് പോകുമ്പോഴെന്ന് തൽക്കാലം പറയാൻ പറ്റുന്നില്ല എന്ന ഒരു അവ്യക്തതയോടെ അവസാനിക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഖണ്ഡിതമായ കൃത്യമായ ഒരു ഉത്തരം സുപ്രീം കോടതി കൊടുക്കുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇത് വലിയ ഒരു ഫെഡറൽ സിസ്റ്റത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായി തീരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഗവായി അദ്ദേഹം ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് പരിശോധിച്ച് അവരൊരു തീരുമാനം എടുക്കുന്നതോടെ പ്രശ്നം തീരാനാണ് കൂടുതൽ സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.